സോ എയർ പൊല്യൂഷൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് ആണ്. സോ ഓട്ടോമൊബൈൽസ് ആണ് അറ്റ്മോസ്ഫിയറിൽ എയർ പൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒരു ഇത്. സോ ഓട്ടോമൊബൈൽ ഈസ് എ മേജർ കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇൻ മെട്രോ സിറ്റീസ്. സോ മെട്രോ സിറ്റീസിലൊക്കെ ഏറ്റവും വലിയ കാരണം എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണ്? ഓട്ടോമൊബൈൽസ് ആണ്. സോ കൂടുതലായി വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും സ്ട്രീറ്റ് ഇൻക്രീസ്ഡ് മെട്രോ സിറ്റികളിൽ എന്താണ് സംഭവിക്കുന്നത്? മോർ നമ്പർ ഓഫ് വെഹിക്കിൾസാണ് ഓരോ സ്ട്രീറ്റിലുള്ളത്. സോ ഇത് കാരണം തന്നെ ഈ പറഞ്ഞ നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ ഇൻക്രീസ് കാരണം പൊല്യൂഷൻ്റെ ലെവൽ കൂടുന്നു. ആ സിറ്റിയിൽ മാത്രമല്ല അടുത്തുള്ള സിറ്റീസിൽ കൂടി ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ വെഹിക്കിൾസിൻ്റെ എണ്ണം, വാഹനങ്ങളുടെ എണ്ണം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ എയർ പൊല്യൂഷന് കാരണമാകുന്നു. സോ നമ്മുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മളത് ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണവും കൂടുതലാണ്. സോ ഇതെല്ലാം അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ എയർ പൊല്യൂഷന് ലീഡ് ചെയ്യുന്നു. സോ നമ്മളുടെ വാഹനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഡ് ഫ്രീ പെട്രോൾ, ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ എമിഷൻ ഓഫ് പോയ്സണസ് ഗ്യാസുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. സോ ഓട്ടോമൊബൈൽസ് ആണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ മെട്രോ സിറ്റീസിൽ നടക്കുന്നതിൻ്റെ ഒരു മേജറായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞു. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ഓഫ് ലെഡ് ഫ്രീ പെട്രോൾ അഥവാ ഡീസൽ, ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോളുകളോ അഥവാ ഡീസലോ നമ്മുടെ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പൊല്യൂട്ടൻസിൻ്റെ അളവ് നമുക്ക് ഒരുപാട് കുറയ്ക്കാം. സോ റെഡ്യൂസ് ദ പൊല്യൂട്ടൻസ് ദേ എമിറ്റ്, അവർ എമിറ്റ് ചെയ്യുന്ന ആ പൊല്യൂട്ടൻസിൻ്റെ ലെവൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഡ് ഫ്രീ പെട്രോൾ അല്ലെങ്കിൽ ഡീസലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനി പറയുന്നത് കാറ്റലിറ്റിക് കൺവേർട്ടർ. സോ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പോയ്സണസ് ആയിട്ടുള്ള ഈ ഗ്യാസുകളെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഹാംലെസ് ആയിട്ടുള്ള ഇതായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഓട്ടോമൊബൈൽസ്, സോ യൂസ് ഓഫ് ലെഡ് ഫ്രീ പെട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിലും പൊല്യൂഷൻ കുറയുന്നു നമ്മൾ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അവർ റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. സോ കാറ്റലിറ്റിക് കൺവേർട്ടറുകളാണെങ്കിൽ, ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഹാവ് എക്സ്പെൻസീവ് മെറ്റൽ. സോ കാറ്റലിറ്റിക് കൺവേർട്ടറുകളുടെ പ്രത്യേകത അവരുടെ ആ കൺവേർട്ടറുകളിൽ എക്സ്പെൻസീവ് മെറ്റൽസുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എക്സ്പെൻസീവ് മെറ്റൽസ് ലൈക്ക് പ്ലാറ്റിനം, പലേഡിയം, റോഡിയം. സോ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം പോലത്തെ എക്സ്പെൻസീവായ മെറ്റൽസുകളാണ് കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉപയോഗിക്കുന്നത്. സോ ഈ കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റൽ കാരണം ആസ് എ കാറ്റലിസ്റ്റ് നമ്മൾ ഈ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എമിഷൻ ഓഫ് പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസുകൾ ഒരുപാട് കുറയുന്നു. സോ ദേ വിൽ റെഡ്യൂസ് ദ എമിഷൻ ഓഫ് പോയ്സണസ് ഗ്യാസ്. സോ പോയ്സണസ് ഗ്യാസുകളുടെ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഓട്ടോമൊബൈൽസുകളിൽ കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ ഉപയോഗിക്കുന്നു. ഈ കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ എന്താണത്? എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റലുകളാണത്. പ്ലാറ്റിനം, പലേഡിയം, റോഡിയം പോലത്തുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റലുകളാണ് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറുകളിലുള്ളത്. അത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പോയ്സണസ് ഗ്യാസുകളുടെ എമിഷൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ ഈ വെഹിക്കിൾസ്, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസിലത്തെ അവിടെയുള്ള എക്സോസ്റ്റുകളിൽ, സോ ആസ് ദ എക്സോസ്റ്റ് പാസ് ത്രൂ ദ കാറ്റലിറ്റിക് കൺവേർട്ടർ, എങ്ങനെയാണ് ഈ പോയ്സണസ് ഗ്യാസുകളുടെ എമിഷൻ ഈ വാഹനങ്ങളിൽ കുറയുന്നത് നോക്കാം. സോ വാഹനങ്ങളിലെ എക്സോസ്റ്റ് എന്താ ചെയ്യുന്നത്? ദാറ്റ് പാസ് ത്രൂ കാറ്റലിറ്റിക് കൺവേർട്ടർ. സോ അതിൻ്റെ എക്സോസ്റ്റ് ഈ പറഞ്ഞ നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള, നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിറ്റിക് കൺവേർട്ടർ എന്തായാലും നമ്മൾ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചത്, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം പോലത്തുള്ള എക്സ്പെൻസീവ് മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്ക് ഈ പറഞ്ഞ എക്സോസ്റ്റ് പാസ് ചെയ്യുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു? അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, ഫുള്ളി ബേൺ ആവാത്ത അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആരുടെ സഹായത്തോടു കൂടി? നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ സഹായത്തോടു കൂടി. സോ നമുക്കറിയാം കാറ്റലിസിസ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ
ഒരു റോളാണ് ചെയ്യുന്നത്. സോ ഇതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യണത്. സോ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഈ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപദ്രവമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറുമായിട്ട് മാറ്റുന്നു. സോ പോയ്സണസ് ഗ്യാസിൻ്റെ എമിഷൻ ഒരുപാട് കുറയ്ക്കാനായിട്ട് കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പോയ്സണസ് അല്ല കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡുകളൊക്കെ ചേഞ്ച് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഗ്യാസുകളുമായിട്ട് മാറുന്നു. ഇതാണ് കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ വാഹനങ്ങളിൽ ചെയ്യുന്നത്. സോ നമ്മുടെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ വെഹിക്കിളിൽ കാറ്റലിറ്റിക് കൺവേർട്ടർ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം പോലത്തെ എക്സ്പെൻസീവ് മെറ്റൽസ് ഉള്ള കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസുകളിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പോയ്സണസ് ഗ്യാസിൻ്റെ എമിഷൻ ഒരുപാട് കുറയ്ക്കുന്നു. എങ്ങനെയാണിത് കുറയ്ക്കുന്നത്? നമ്മുടെ വാഹനങ്ങളുടെ ഈ എക്സോസ്റ്റ് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. അതുപോലെ കാർബൺ മോണോക്സൈഡും നൈട്രിക് ഓക്സൈഡും ചേഞ്ച് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഗ്യാസുകളായിട്ട് മാറ്റുന്നു. സോ പോയ്സണസ് ഗ്യാസിൻ്റെ എമിഷൻ ഒരുപാട് കുറയ്ക്കാനായിട്ട് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ സഹായിക്കുന്നു. സോ നമ്മുടെ ഈ എക്സോസ്റ്റിലൂടെ മോട്ടോർ വെഹിക്കിൾസിൽ ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ കാറ്റലിറ്റിക് കൺവേർട്ടർ ഉള്ള മോട്ടോർ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ദേ ഷുഡ് യൂസ് അൺലെഡഡ് പെട്രോൾ. സോ ലെഡിൻ്റെ കലർപ്പില്ലാത്ത പെട്രോൾ മാത്രമേ നമ്മൾ അങ്ങനത്തെ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ. ബിക്കോസ് പെട്രോളിൽ ലെഡ് ഉണ്ടെങ്കിൽ lead in petrol inactivates the catalyst. സോ കാറ്റലിറ്റിക് കൺവേർട്ടറിലുള്ള കാറ്റലിസ്റ്റിനെ ഈ ലെഡിൻ്റെ പ്രസൻസ് ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കാറ്റലിറ്റിക് കൺവേർട്ടറുള്ള ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എങ്ങനത്തെ പെട്രോൾ യൂസ് ചെയ്യണം? അൺലെഡഡ് പെട്രോൾ, ലെഡിൻ്റെ പ്രസൻസ് ഇല്ലാത്ത പെട്രോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബിക്കോസ് പെട്രോളിൽ ലെഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കാറ്റലിറ്റിക് കൺവേർട്ടറിലുള്ള കാറ്റലിസ്റ്റിനെ അത് ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഇതിനെ കൺവേർട്ട് ചെയ്യുകയില്ല. സോ കാറ്റലിസ്റ്റ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഗ്യാസുമായിട്ടും കൺവേർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. ഇനി നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ എങ്ങനെയാണ് ഈ പോയ്സണസ് ഗ്യാസിൻ്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത എയർ പൊല്യൂഷൻ്റെ ഒരു ഭാഗം പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എയർ. സോ എയർ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് 1981 വന്നിട്ടുണ്ട്. എയർ ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ, എയറിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. സോ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക, അതിന് വന്ന ഒരു ആക്റ്റാണ് എയർ ആക്ട് 1981 ഇന്ത്യയിൽ വന്നത്. ആ വന്ന 1980 വന്ന എയർ ആക്ട്, അതായതാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും വന്ന എയർ ആക്ട് 1981 വന്നത്, ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ അതിന് കുറച്ച് ഭേദഗതികൾ വന്നു. സോ പ്രാബല്യത്തിൽ വന്നത് 1981 ആ എയർ ആക്ടിന് കുറച്ച് ഭേദഗതികൾ, കുറച്ച് മാറ്റങ്ങളോടുകൂടി അത് 1987 വന്നു. അമെൻമെൻറ്റ് സംഭവിച്ചു, അതായത് കുറച്ച് ഭേദഗതികൾ അതിൽ വന്നു. അത് 1987 അവിടെ വന്നത്. ആ എയർ ആക്ടിൽ നോയ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടു. സോ നോയ്സിനെയും കൂടി ഒരു എയർ പൊല്യൂട്ടൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എയർ ആക്ട് 1981 അമെൻഡ് പ്രകാരം 1987 അത് പ്രാബല്യത്തിൽ വന്നത്. സോ 1981 തന്നെ എയർ ആക്ട് നമ്മുടെ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള ഒരു ആക്ട് 1981 എയർ ആക്ട് പ്രകാരം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ 1987 നോയ്സിനെയും കൂടി, ശബ്ദത്തിനെ കൂടി ഒരു എയർ പൊല്യൂട്ടൻ്റായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഭേദഗതി വന്നു 1987. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സൗണ്ട് എന്ന് പറഞ്ഞാൽ, നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു അൺഡിസൈർഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് സൗണ്ടാണ്. സോ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അൺഡിസൈർഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് സൗണ്ടാണ്. എന്നാൽ നമ്മൾ ഒരുപാട്
ഈ പറഞ്ഞ ഈ സൗണ്ടിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നോയ്സിനെ നമ്മൾ വളരെയധികം ലൗഡ് സൗണ്ടായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളതിന് ഒരുപാട് ശീലമായിട്ടുണ്ട്, ഒരുപാട് ഗെറ്റ് യൂസ് ടു ദീസ് കൈൻഡ് ഓഫ് സൗണ്ട്. ഇതുപോലത്തെ സൗണ്ടുകൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും നമ്മൾ ഈ നോയ്സ് അഥവാ സൗണ്ടിന് ഒരുപാട് നമ്മളതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ശീലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തറിയാതെ, ഒട്ടും തന്നെ തിരിച്ചറിയാതെ ഈ പറഞ്ഞ നോയ്സുകളെല്ലാം തന്നെ നമ്മുടെ സന്തോഷത്തിനും എൻ്റർടൈൻമെൻറ്റിനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ നോയ്സുകളെല്ലാം തന്നെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ സൈക്കോളജിക്കലായിട്ടും ഫിസിയോളജിക്കലുമായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരുപാട് ഈ പറഞ്ഞ സൗണ്ടുകൾക്ക് യൂസ് ടു ആണ്. സോ ദ ബിഗർ ദ സിറ്റി, എത്രത്തോളം ആ സിറ്റി വലുതാണോ അത്രത്തോളം ആ സിറ്റി ഫങ്ഷണൽ ആണെന്നർത്ഥം, അത്രത്തോളം ആ സിറ്റിയിൽ നോയ്സ് ഉണ്ടാവും എന്നർത്ഥം. സോ ദ ബിഗർ ദ സിറ്റി, ദ ബിഗർ ദ ഫങ്ഷൻ, ദ ഗ്രേറ്റർ ദ നോയ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ സൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു എയർ പൊല്യൂട്ടനിൽ പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫിസിയോളജിക്കലായിട്ടും സൈക്കോളജിക്കലുമായിട്ട് ഒരുപാട് ഡിസോർഡേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു പൊല്യൂട്ടൻ്റാണ് നോയ്സ്. നമ്മൾ ഈ പറഞ്ഞ സൗണ്ട് ഒരു എക്സ്ട്രീംലി ഹൈ ലെവൽ ഓഫ് സൗണ്ട്, ഫോർ എക്സാമ്പിൾ 150 ഡെസിബൽ, 150 ഡെസിബൽ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ. സോ 150 ഡെസിബൽ സൗണ്ട് ഒരു ഹൈ ലെവൽ സൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സോ 150 ഡെസിബൽ സൗണ്ടോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ജെറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട്, അതിന് നമ്മൾ കുറച്ച് നേരം ആ സൗണ്ടിന് ഒരു ബ്രീഫ് എക്സ്പോഷറായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരികയാണെങ്കിൽ എക്സ്ട്രീംലി ഹൈ ലെവൽ സൗണ്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 150 ഡെസിബൽ സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജെറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വരുന്ന ആ സൗണ്ട്, ജനറേറ്റ് ചെയ്ത് വരുന്ന ആ സൗണ്ടൊക്കെ, അതിനെ നേരിടേണ്ടി വന്ന ഒരു എക്സ്പോഷർ, നമ്മൾ അതിന് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ഡ്രംസിനെ തന്നെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത. ഇറ്റ് മേ ഡാമേജ് അവർ ഇയർ ഡ്രംസ്, നമ്മുടെ ഇയർ ഡ്രംസിനെ ഡാമേജ് ചെയ്യും. ഒരു പക്ഷേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് പ്രോബ്ലത്തിന് എന്തെങ്കിലും കേടുപാടുകളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇതുപോലത്തെ സൗണ്ട് ലെവൽ 150 ഡെസിബല്ലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരുന്ന സൗണ്ടുകൾ, ഫോർ എക്സാമ്പിൾ റോക്കറ്റോ ജെറ്റ് പ്ലെയിനോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വരുന്ന, ജനറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ടുകളൊക്കെ നമ്മൾ ഒരുപാട് ആ ടൈപ്പിലുള്ള സൗണ്ടുകൾക്ക് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ഡ്രമ്മിന് വരെ കംപ്ലൈൻറ്റ് വരാം. ഒരുപക്ഷെ നമ്മുടെ ഹിയറിംഗ് എബിലിറ്റി, നമ്മുടെ കേൾവിശക്തിനെ തന്നെ ഒരുപാട് അത് ബാധിച്ചേക്കാം. ഇനി ക്രോണിക് ആയിട്ടുള്ള എക്സ്പോഷറാണ് നമ്മുടെ ഈവൻ നമ്മളിപ്പോൾ ലോവർ സൗണ്ട് ലെവലാണ് നിൽക്കുക, വളരെയധികം ചെറിയ സൗണ്ട് ലെവലിൽ തന്നെ ക്രോണിക്കായിട്ട് നമുക്കതിന് നിരന്തരമായിട്ടൊരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതും നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഈ കേൾവി ശക്തിയെ ബാധിക്കും എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഹ്യൂമൻസിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഹിയറിംഗ് എബിലിറ്റിക്ക് ഒരു കാരണമായേക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ക്രോണിക്കായിട്ട് നിരന്തരമായിട്ട് ഒരു ലോവർ നോയ്സ് ലെവലിൽ, എസ്പെഷ്യലി സിറ്റികളിലൊക്കെയാണ്. സോ സിറ്റീസിലൊക്കെ ഒരു ലോവർ നോയ്സ് ലെവലിൽ ആണെങ്കിൽ കൂടി ഒരു ക്രോണിക്കായിട്ട് എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമ്മുടെ കേൾവി ശക്തിയെ അത് ഒരുപാട് ബാധിക്കും. ഇത് മാത്രമല്ല, ഈ നോയ്സ് എന്ന് പറഞ്ഞ നമ്മുടെ എയർ പൊല്യൂട്ടൻ്റ് നമുക്ക് സ്ലീപ്ലെസ്നെസ്, നമുക്ക് ഉറക്കക്കുറവുണ്ടാക്കും. അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കും. അതുപോലെ ഓൾട്ടേർഡ് ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ, അതുപോലെ ഒരുപാട് സ്ട്രെസ്സുകൾ ഹ്യൂമൻസിന് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എയർ പൊല്യൂട്ടൻ്റാണ് നോയ്സ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആ 1981 വന്ന എയർ ആക്റ്റിൽ ഒരു ഭേദഗതി നോയ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 1987 അതിനെയും കൂടി ഒരു എയർ പൊല്യൂട്ടൻ്റായിട്ട് ആക്കിയിട്ട് ആ ഒരു ഭേദഗതി ആക്റ്റിൽ വന്നത്. സോ നമുക്ക് ഉറക്കക്കുറവുണ്ടാകും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് ഓൾട്ടേർഡ് ആയിട്ട് ചേഞ്ചിങ് ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ വരാം. അതുപോലെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സൗണ്ട് അല്ലെങ്കിൽ നോയ്സ് എന്ന് പറഞ്ഞ എയർ പൊല്യൂട്ടൻറ്റിന് സാധിക്കും. സോ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ നോയ്സ് എത്രമാത്രം ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെയുള്ള സൗണ്ടുകൾ, അൺനെസസറി ആയിട്ടുള്ള സോഴ്സസ് ഓഫ് സൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ,
ഒട്ടും തന്നെ ഫിനാൻഷ്യൽ ലോസ് ആർക്കും തന്നെ ഇല്ലാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പറഞ്ഞ അൺനെസസറി ഒരു ആവശ്യവുമില്ലാത്ത ആ സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷനെ നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയോ ഇല്ലയോ? ഇതാണ് നമ്മുടെ ഒരു ചോദ്യം. ബിക്കോസ് ഇത് എത്രമാത്രം ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന നോയ്സുകളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സൗണ്ടിന് അബ്സോർബൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. സോ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സൗണ്ടുകളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സൗണ്ട് അബ്സോർബൻറ്റുകൾ യൂസ് ചെയ്യാം. അതുപോലെ മഫ്ലിംഗ് നോയ്സ് എന്ന് പറയും. മഫ്ലിംഗ് സൗണ്ട് അബ്സോർബൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ സൗണ്ടുകളൊക്കെ ഒരു പരിധി വരെ കുറച്ച് നമ്മൾക്ക് ഈ എയർ പൊല്യൂട്ടൻ്റെ എഫക്റ്റിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് അടുത്തത് ചെയ്യാവുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക. ആ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുക. അതായത് ഹോൺ ഫ്രീ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഹോൺ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസിൻ്റെ ചുറ്റളവിൽ, അതുപോലെ സ്കൂളുകൾ, അതുപോലെ നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സൗണ്ട് അല്ലെങ്കിൽ ഹോൺ ഫ്രീ സോണുകളാണ്. അവിടെ സൗണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹോൺ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ പെർമിസിബിൾ ലെവലിലുള്ള ക്രാക്കേഴ്സ് മാത്രമേ, പെർമിസിബിൾ സൗണ്ട് ലെവൽ തരുന്ന ക്രാക്കേഴ്സ്, ഈ പടക്കങ്ങൾ അങ്ങനത്തേത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ. അതുപോലെ ലൗഡ് സ്പീക്കറിൻ്റെ ഉപയോഗം, ആ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്ന ടൈമിങ്ങുകൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ നോയ്സ് പൊല്യൂഷനിൽ നിന്ന് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി സ്ട്രിക്റ്റായിട്ട് അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഹോൺ ഫ്രീ സോണുകളിൽ ഹോൺ യൂസ് ചെയ്യാതിരിക്കുക, ഹോസ്പിറ്റൽ, സ്കൂൾ, അതുപോലെ തന്നെ പെർമിസിബിൾ ലെവലിലുള്ള സൗണ്ട് ഓഫ് ക്രാക്കേഴ്സ് മാത്രം ഉപയോഗിക്കുക, ലൗഡ് സ്പീക്കേഴ്സിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ഈ നോയ്സ് പൊല്യൂഷനിൽ നിന്ന് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.